പരദൂഷണം പറയാൻ വേണ്ടി മാത്രം കട തുറക്കുന്ന ഒരു ചായക്കടക്കാരന്റെ കഥയാണ് ഇത്. നമ്മുടെ കഥ തുടങ്ങുന്നത് കുറ്റിപ്പുഴ എന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്. ഈ നാട്ടിൽ ഒരു ചായക്കട ഉണ്ട്. എല്ലാ വിഷയവും ചർച്ച ചെയ്യുന്ന ഒരു ചായക്കടയും. ഈ ചായക്കടക്കാരന്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരെയും നന്നായി ജീവിക്കുന്ന കുടുംബങ്ങളെ പറ്റിയും നാട്ടുകാരോട് അനാവശ്യം പറയുന്നതാണ്. രാവിലെ കടയിൽ വരുന്നവരോട് എല്ലാം അവിടെയുള്ള ചെറുപ്പക്കാരെ പറ്റിയും അതുപോലെ തന്നെ ആരേലും കല്യാണം കഴിച്ചാൽ അവരെ പറ്റിയും വളരെ മോശമായിട്ടാണ് ഇയാൾ പറയുന്നത്. ഇയാൾക്ക് ഒരു വിചാരമുണ്ട്, പുള്ളി എന്ത് ആരോട് പറഞ്ഞാലും പുള്ളിയോട്ട് ആരും ചോദിക്കില്ലെന്ന്. പുള്ളിക്ക് മറ്റുള്ളവരെ പറ്റി എന്ത് വേണേലും പറയാമെന്നു ആണ് പുള്ളിയുടെ വിചാരം. പുള്ളിയുടെ വീട്ടിൽ നടക്കുന്നത് ആണേൽ വേറെ ആരുടെയും വീട്ടിൽ നടക്കാത്ത പ്രശ്നങ്ങളും പുള്ളിയുടെ സംസാരം കേട്ടാൽ നമ്മൾ ഓർക്കും പുള്ളിയും പുള്ളിയുടെ മക്കളും നല്ല മാന്യന്മാരാണെന്ന്. പക്ഷേ തെറ്റ്, പുള്ളിക്ക് 4 മക്കൾ ഉണ്ട്. 4 ഉടായിപ്പ ഒരുത്തിയാണേൽ ഫൈനാൻസ് നടത്തിയിട്ട് നാട്ടുകാരും പറ്റിച്ചിട്ട് 2 മക്കളെയും അവളുടെ ഭർത്താവിനെയും കളഞ്ഞിട്ട് വേറെ ഒരുത്തന്റെ കൂടെ പോയി. 3 ആൺമക്കളും കല്യാണം കഴിച്ചു. അവന്മാരും ഇതുപോലെ തന്നെ കെട്ടിയ പെണ്ണിനെ കളഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോയി. പക്ഷേ ഇതൊന്നും ആരും ചോദിക്കരുത്. മോളാണേൽ ഫൈനാൻസ് നടത്തി കുറെ പാവങ്ങളുടെ കാശും പറ്റിച്ചിട്ട് ഇവിടുന്ന് മുങ്ങിയതാ. ഇപ്പോഴും നാട്ടുകാർ പുള്ളിയുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ നിങ്ങൾ ഓർക്കും അവൾ അല്ലേ കഷമായിട്ട് പോയത് എന്ന്. എന്നാൽ തെറ്റ്, ഇയാളും കൂടെ ചേർന്നാണ് ആ നാട്ടിലെ നാട്ടുകാരെ എല്ലാം ഫൈനാൻസിൽ ചേർത്തത്. ആ ചേർന്നതിൽ ഒരാളാണേൽ ക്യാൻസർ രോഗിയായി. ആ പാവം പിടിച്ച മനുഷ്യൻ വർഷങ്ങളായിട്ട് കയറി ഇറങ്ങി നടക്കുക. കാശ് കിട്ടാനായി ഇവരുടെ മക്കളും കാശ് കൊടുത്തില്ലെന്ന് മാത്രം അല്ല, പാവങ്ങളെ പറ്റിച്ച കാശിനു ഒരു വീടും വെച്ച്. ബാക്കി നെക്സ്റ്റ് ഡേ പറയാം.